ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു കപ്സ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ഉണ്ടാക്കിയിട്ടുണ്ടാവും, എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ 2 ഗ്ലാസ് റൈസ് എടുത്തിട്ടുണ്ട്. ഇത് കപ്സ റൈസ് തന്നെയാണ്. ഈ പാക്കറ്റ് ഞാൻ ലുലുന്ന് വാങ്ങിയതാണ്, എല്ലാവർക്കും കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതെടുത്ത് മാറ്റി ഞാൻ വെച്ചിട്ടുണ്ട്. കഴുകി ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ ചിക്കൻ്റെ മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് അതിനകത്ത് കപ്സ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കുറച്ച് ഇട്ടിട്ടുള്ള കേട്ടോ. സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യണ അത്രയും പോലും മസാലകളൊന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു വലിയ സവാള എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 വലിയ തക്കാളി ഒന്ന് എടുത്ത് അരിഞ്ഞ് നമ്മൾ നല്ല മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റാക്കി അതും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളൊരു കുക്കർ എടുത്ത് അടുപ്പിലേക്ക് വെച്ചു. നമ്മുടെ ഈ കപ്സ മിക്സിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഓയിലും കിട്ടും. ഓയിലാണ് ഇതിൽ ചേർക്കേണ്ടത്, വെളിച്ചെണ്ണയില്ല. അപ്പോൾ ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്ത് ഓയിൽ ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ പുരട്ടി വെച്ച ചിക്കൻ എല്ലാം കൂടെ എടുത്ത് വെച്ച് നിരത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ കുക്കറിലേക്ക്. എല്ലാം ഷാലോ ഫ്രൈ ചെയ്താണ്ട് കൊടുക്കുന്നു, ഒരിക്കലും ഡീപ്പ് ഫ്രൈ ചെയ്യരുത്. കാര്യം ചിക്കൻ നമ്മുടെ റൈസിൽ കിടന്ന് ഒന്നും കൂടി വേകാനുള്ളതാണ്. അപ്പോൾ നമ്മൾ കുക്കറിലും കൂടിയാണ് ഈ കപ്സ ഉണ്ടാക്കുന്നത് കൊണ്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് 2 സൈഡും ഷാലോ ഫ്രൈ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാൽ കാണാം. അപ്പോൾ അത്രയും ആയപ്പോൾ തന്നെ ഞാനതെടുത്ത് മാറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ നമ്മൾ ചിക്കൻ വറുത്താൻ നമ്മുടെ എണ്ണയിലേക്ക് തന്നെ ഒരു 1.5 ടീസ്പൂൺ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും അതിനകത്തേക്ക് ഒരു 3-4 ഗ്രാമ്പു, കറുവാപ്പട്ട, 3-4 ഏലക്ക, പിന്നെ 1 ടീസ്പൂണും ഇല്ല, കുറച്ച് കുരുമുളക് ഇട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സവാള അരിഞ്ഞത് അതിനകത്തേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. സവാള ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും തന്നെ, അധികം നേരം ടൈം എടുക്കുകയെന്ന് വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നപ്പോഴേക്കും തന്നെ ഞാൻ അതിനകത്തേക്ക് 1 ടീസ്പൂൺ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതും ജസ്റ്റ് ഒന്ന് വാടി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അരച്ച് വെച്ച തക്കാളിയുടെ മിക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ച കപ്സ മിക്സ് ഉണ്ട്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കപ്സ മിക്സ് പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കിയേക്കണം കേട്ടോ ഇൻട്രസ്റ്റ് ഉള്ളവർ. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് വെള്ളമാണ്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരിക്ക് ഞാൻ എടുത്തേക്കുന്നത് 3 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ ആ 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് കേട്ടോ ചേർത്തേക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് ഒരു ഉണക്ക നാരങ്ങയും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടേ. വെള്ളം തിളച്ച് വന്ന സമയത്തേക്ക് നമ്മൾ നേരത്തെ കഴുകി കുതിർത്ത് വെച്ച ഒരു അരമണിക്കൂറോളം കുതിർത്ത് വെച്ച അരി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അരിയെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഈ അരി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഉപ്പ് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കണം, മറക്കരുത്. അപ്പോൾ ഞാൻ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരത്തെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ എല്ലാം നമ്മളത് ചേർത്തിട്ട് അതിനകത്തേക്ക് ജസ്റ്റ് ചോറിലേക്ക് നമ്മളൊന്ന് എല്ലാം കൂടെ ഒന്ന് മുക്കി താഴ്ത്തി വെക്കണ രീതിയിൽ ഒന്ന് ഫുള്ളൊന്നതെല്ലാം അതിൻ്റെ ഉള്ളിൽ ഫില്ലാണ്. പിന്നെ അതിനകത്തേക്ക് ഒരു ബേ ലീഫ് ഇട്ട് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. കുക്കറിൻ്റെ മൂടി ഞാൻ ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ തീ എപ്പോഴും വെക്കുമ്പോൾ ഒരു ലോ ടു മീഡിയം തീയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ 2 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട് കേട്ടോ. 2 വിസിൽ കറക്റ്റ് 2 വിസിൽ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്ത് അതിൻ്റെ ഫുള്ള് എയർ പോയതിന് ശേഷം അപ്പം തന്നെ വേറൊരു പാത്രത്തിലേക്ക് നമ്മുടെ ചോറ് മാറ്റണം. ഞാനത് വിസിൽ വന്നതിന് ശേഷമുള്ളത് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഒരു കോള് വന്നപ്പോഴേക്കും എനിക്കതൊന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല. അതിന് ശേഷം നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നതെല്ലാം എടുത്തിട്ടുണ്ട്. ഞാൻ ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു സാലഡ് മാത്രമേ ഉണ്ടാക്കിയെടുത്തുള്ളൂ. പിന്നെ ഒരു ചിക്കൻ ഫ്രൈയും നമ്മുടെ അച്ചാറൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെല്ലാവരും വീട്ടിലിത് ഉണ്ടാക്കിയൊന്ന് നോക്കിയിട്ട് എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.